മലയാള സിനിമാ ലോകത്തെയും കേരള സമൂഹത്തെയും ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു നടിക്കുണ്ടായ ആക്രമണം. ആ വിഷയത്തിൽ പല സ്ത്രീകളും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയാൻ മുൻപോട്ട് വരികയും അങ്ങനെ പല വിപ്ലവകരമായ മാറ്റങ്ങളും ഉണ്ടാവുകയുണ്ടായി. എന്നാൽ ആ കേസിൽ ഇപ്പോൾ മറ്റൊരു പ്രധാന സംഭവം നടന്നിരിക്കുകയാണ്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി പി ബാലചന്ദ്രകുമാർ അന്തരിച്ചിരിക്കുകയാണ്. ചങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ ആയിരുന്നു അന്ത്യം. കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാലചന്ദ്രകുമാർ 2 വൃക്കകളും തകരാറിലായതോടെ ഡയാലിസിസ് ചെയ്താണ് ബാലചന്ദ്രകുമാർ മുൻപോട്ട് പോയിരുന്നത്. തുടർച്ചയായി ഹൃദയാഘാതവും അദ്ദേഹത്തിന് സംഭവിക്കുമായിരുന്നു. 2 വൃക്കകളും തകരാറിലായ ബാലചന്ദ്രകുമാർ സുമനസ്സുകളുടെ സഹായത്തോടെ ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചതോടെ അദ്ദേഹത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. തലച്ചോറിലെ അണുബാധയും ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി ഓഡിയോ സംഭാഷണങ്ങളും അനുബന്ധ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലും ബാലചന്ദ്രകുമാർ നടത്തിയിരുന്നു. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കൈവശം എത്തിച്ചേരുന്നു എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലും ബാലചന്ദ്രകുമാർ നടത്തിയിരുന്നു. കോടതിയിൽ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ രഹസ്യമൊഴിയും നൽകിയിരുന്നു. അസുഖബാധിതനായിരിക്കെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയായിരുന്നു ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയിൽ പങ്കെടുത്തത്. ദിലീപിനെ നായകനാക്കി ഒരുക്കാനിരുന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ നടന്റെ വീട്ടിലെ അടുപ്പക്കാരനാകുന്നത്. പിന്നീട് നടിയെ ആക്രമിച്ചതിനു ശേഷം നടന്ന പല സംഭവവികാസങ്ങളും ദൃക്സാക്ഷിയായിരുന്നു ബാലചന്ദ്രകുമാർ. എന്തായാലും നടിയെ ആക്രമിച്ച കേസിലെ ഒരു നിർണായക വഴിത്തിരിവുണ്ടാക്കി കൊടുത്ത ആ വിഷയത്തിൽ പല തെളിവുകളും മുന്നോട്ട് കൊണ്ടുവന്ന ബാലചന്ദ്രകുമാറിന്റെ മരണം കേസിനെ ഏത് തരത്തിൽ ബാധിക്കും എന്ന ആശങ്കയും തള്ളിക്കളയാനാവുന്നതല്ല.